ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മനോഹരമായൊരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ എക്സ്റ്റീരിയറിനേക്കാൾ ഉപരിയായിട്ട് ഇൻറ്റീരിയറിലാണ് കേട്ടോ ധാരാളം കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. 7 സെൻറ്റ് പ്ലോട്ടിൽ 2980 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ മരത്തടിയിലാണ്. സൂരജ് അരുണ ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭവനം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് കസാമിയ ബിൽഡേഴ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. അദ്വയ എന്നാണ് വീടിൻ്റെ പേര്. അതും നല്ല ഭംഗിയുള്ളൊരു നെയിം ബോർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഗേറ്റാണ് കേട്ടോ. ഒന്ന് ഓട്ടോമാറ്റിക് ഗേറ്റിംഗ് സിസ്റ്റമാണ്, പിന്നെ ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് മുറ്റത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു, എന്നാൽ ഉള്ളിലോട്ട് കയറുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് സ്റ്റോറേജും ഷൂ റാക്കും ഒക്കെ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോറ് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് കയറിയാലോ. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു 4 സ്പേസ് ആണ്. നമ്മുടെ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധ സ്റ്റാച്ചു ആണ്. നമ്മുടെ 2 സൈഡിലായിട്ടും ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കൊരു വൈറ്റ് ഹൗസ് എന്നോ ഒരു ലൈറ്റ് ഹൗസ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. കൂടുതലൊരു വൈറ്റ് തീമിലും ധാരാളം ലൈറ്റ്സ് കൊടുത്തിട്ടുമാണ് ഇവിടെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ സോഫാസൊക്കെ തന്നെ അതിൻ്റെ ഒരു ഷേപ്പാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നല്ല ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന സോഫാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കും. അതുപോലെ നല്ല കോഫി ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഗ്ലാസിൻ്റെ ഷെയ്ഡും കൂടെ വന്നുകൊണ്ട് തന്നെ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും നല്ല ഭംഗിയായിട്ടുണ്ട്. ബാക്കിലായിട്ട് ഇങ്ങനെ 3D പാനൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പിലുള്ള പാനൽസ് ആണ്. ഒരു റോക്ക് ഫിനിഷിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ താഴെയുള്ള പോർഷനിലാണ് കേട്ടോ ഈ ഒരു പൂജാ റൂം വരുന്നത്. ഡോസും കാര്യങ്ങളൊക്കെ തന്നെ CNC കട്ടിങ് വർക്കിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിതാ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് നോക്കിയേ ആ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വോളിലായിട്ട് ഫുൾ ചെയ്തിരിക്കുന്നത് WPCയുടെ ലൂവേഴ്സ് ആണ് കേട്ടോ. ഫുൾ WPC ലൂവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ നല്ലൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിലത്തെ ഈ ഏരിയ നമുക്ക് ഇങ്ങനെ മുകളിലും താഴെ നമുക്കിങ്ങനെ
ഓപ്പൺ ചെയ്ത് കൊടുക്കാം. മുകളിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് ഫിഷ് ഫുഡും കാര്യങ്ങളും ഒക്കെ വെക്കാനും നമുക്ക് പിന്നെ ഫിൽറ്റർ കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഹിഡൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടീഷനിൽ തന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് അക്രിലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ്, കിച്ചൺ, അതുപോലെ ഇവിടെ നല്ലൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഈ ഡൈനിങ്ങും എന്ത് മനോഹരമായിട്ടാണ് നോക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും അതുപോലെ ക്രോക്കറി യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് നല്ലൊരു എന്താ പറയുക പ്രകാശമാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ. അത് പകലായാലും നാച്ചുറൽ ലൈറ്റും രാത്രിയായാലും ഈ ഒരു ലൈറ്റ്സിൻ്റെ ഭംഗിയും ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കോർട്ട്യാർഡ് പോർഷനാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഡോർ, സ്ലൈഡിങ് ഗ്ലാസ് ഡോഴ്സാണ് ഈ ഒരു കോർട്ട്യാർഡിന് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് നാച്ചുറൽ ലൈറ്റും അതുപോലെ തന്നെ കാറ്റും നമ്മുടെ ഈ ഒരു വീടിനുള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെയായിട്ട് ഇങ്ങനൊരു ചെറിയ ഫൗണ്ടെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും സ്ക്വയർ ട്യൂബ്സ് ഉണ്ട്. സ്ക്വയർ ട്യൂബ്സ് കൊണ്ടുള്ള പിന്നെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും അതുപോലെ തന്നെയാണ്, ഓപ്പൺ ആണ്. ജാഡി വർക്കും CNC കട്ടിങ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ്, ഒരു ഗേറ്റ് പോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നതായിരിക്കും. നേരെ ഈ ഒരു ഡൈനിങ്ങിൽ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചനാണ്. പക്ഷെ നമുക്ക് എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഈ ഒരു കിച്ചൺ വിസിബിൾ അല്ല. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ കിച്ചനാണ്. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള യുണീക്കായിട്ടുള്ള ഷോ പീസസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് അക്രിലിക് കിച്ചനാണ്. ഒറ്റ കിച്ചനേ ഉള്ളൂ, പക്ഷെ നല്ല വിശാലമായ കിച്ചനാണ്. രണ്ട് സൈഡും നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതും ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഒരു കിച്ചൺ ടൂറായിട്ട് കാണിക്കാം കേട്ടോ. കാരണം നമ്മുടെ എല്ലാ കബോർഡ്സ് നമുക്കൊന്ന് തുറന്ന് കാണിക്കാനുണ്ട്. കാരണം എല്ലാ ക്യാബിനറ്റ്സിനുള്ളിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ നമ്മുടെ ബ്രൂമും വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താളി ബാസ്ക്കറ്റ്സ്, പിന്നെ ലോങ് യൂണിറ്റ് വിത്ത് ആക്സസറീസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ലെങ്ത് ഒരുപാടായി പോകും. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ തുറന്ന് വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബുദ്ധ സ്റ്റാച്ചു ഇരിക്കുന്നത്. തൊട്ട് പിറകിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അതൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഹോള് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ എല്ലാ ബെഡ്റൂംസും വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ്സ് ഒക്കെ തന്നെ മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡും ആണ്. ബാത്റൂംസിനുള്ളിലെല്ലാം തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു റൂമിലോട്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ ഫർണിച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ, വെറും ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണല്ലോ എന്നൊക്കെ. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫോൾഡബിൾ ആയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം. മറൈൻ പ്ലൈയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് യൂസ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും.
ഇനി നമുക്ക് മുകളിലെ പോർഷൻസ് കാണാം. ഇവിടെ ഈ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സിലാണ്, എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ആലോചിക്കും എന്താ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇത് ഇപ്പം നമ്മുടെ പൂജാ റൂം കണ്ടില്ലേ, ആ പൂജാ റൂമിൻ്റെ ആ ഒരു മുകളിലേക്കുള്ള ഭാഗമാണ്. ഏറ്റവും മുകളിൽ അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെളിച്ചം ഈ ഒരു പൂജാ റൂമിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ നോക്കിക്കേ, ആ ഒരു ഹാങ്ങിങ് ലൈറ്റിന് നേരെ താഴെയായിട്ടാണ് പൂജാ റൂമിൻ്റെ സ്പേസ് വരുന്നത്. നമ്മൾ സ്റ്റെയർസ് കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡോർസ്, ബെഡ്റൂംസിൻ്റെ മെയിൻ ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ ഡോർസും ചെയ്തിരിക്കുന്നത് WPCയിലാണ്. കട്ടള ഉൾപ്പെടെ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു റൂമിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ ചെയ്തിരിക്കുന്ന WPCയുടെ ലൂവേഴ്സ് ആണ്. ഇവിടെ ഒരു ഹിഡൻ തിങ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബാൽക്കണിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുത്തെ ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നത്. നല്ലൊരു വ്യൂവും ഒരു ഗ്രീനറിയും ഒക്കെ ഈ ഒരു റൂമിലോട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ്സും ഗ്ലാസും കൊടുത്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലോട്ട് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഹിഡൻ ഡോർ ഒന്ന് കാണാം. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡോർ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ലോങ് മിറർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു റൂമിലൊരു മൂൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ മറ്റൊരു വീട്ടിലും ഇതുപോലൊരു മൂണിനെ കാണിച്ചിട്ടുണ്ട്. അതും ഈ ഒരു കെസാമിയ ബിൽഡേഴ്സിൻ്റെ തന്നെ വർക്കാണ് കേട്ടോ. ഇത് രാത്രിയിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് മാത്രം കിടക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് തന്നെ കിട്ടും. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഒരു ഡോറ് വരികയാണ്. നമുക്ക് ഓപ്പൺ ബാൽക്കണി ഒന്ന് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ തിയേറ്റർ റൂമിലേക്കാണ്. എന്ത് രസമായിട്ടാണ് നോക്കി ഈ ഒരു തിയേറ്റർ റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു 6 സീറ്റ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു 6 സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്വയ എന്നാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിനും പേരിട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഹാൾ. ഒരു ചെറിയ ഫാമിലി ലിവിങ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു സ്പൈറൽ സ്റ്റെയർസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ട്യൂബ്സിൽ. ഇത് ഏറ്റവും മുകളിലേക്ക് നമ്മുടെ ടെറസ് പോർഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർസ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നു.
ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റൂമിലേക്കാണ്. പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ബുക്സ്, ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുകളിലത്തെ ഒരു സ്പെഷ്യൽ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. സാധാരണ നമ്മൾ കിഡ്സ് ബെഡ്റൂമിൽ നമ്മൾ കാണാറുള്ളതാണ് ഡബിൾ കോട്ട് ബെഡ് കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. ഇവിടെ 2 സൈഡിലായിട്ടും അപ്പർ ബെഡ് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലൂടെ ഇങ്ങനെ സ്റ്റെയർസ് പോയിട്ട് 2 സൈഡിലും ബെഡ് വന്നിരിക്കുകയാണ്. അത് മുകളിലായിട്ട് താഴെയൊക്കെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. 2 സൈഡിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരുഷിയുടെയും അർത്തിതിൻ്റെയും വീടാണ് കണ്ടത്. ബെഡ്റൂംസൊക്കെ കണ്ടല്ലോ. അപ്പം ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ഒരു വീഡിയോ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ പറയണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻസും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ വാക്കെങ്കിലും കമൻസിലൂടെ പറയുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണുള്ളത്. അപ്പോൾ വീട് വെക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയ പുതിയ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് പുതിയതായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കുന്നവർക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് കസാമിയ ബിൽഡേഴ്സാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ എന്താ ചെയ്യണം ഒന്ന് പറഞ്ഞു ആരുഷി? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടി പറയൂ, ക്ലിക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. ബൈ പറഞ്ഞേ.